ഹലോ ഗായ്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ എന്തേലും ഒരു വ്ളോഗ്. വീക്കെൻഡാണ് ഇന്ന്. സോ നോർമൽ വ്ളോഗാണ്. വീക്കെൻഡ് നമ്മൾ ഒരു ചെറിയ പരിപാടിയായിട്ട് പുറത്ത് ഇറങ്ങാൻ പോയപ്പോൾ അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. വെയിലാണോ? അതെ, നല്ല വെയിലാണ് ഗൈസ്. സോ കാറ്റുണ്ട്. കാറെടുത്ത് പോവാം. ഇനി ബൈക്കൊക്കെ എടുത്ത് പോയാൽ നമ്മൾ കരിഞ്ഞ് ഉണങ്ങി പോവും അല്ലേ? പറന്നു പോവും. ത്രോട്ട് പെയിനും കോൾഡ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല. ഐ എം സേഫ് ഗൈസ്. മര്യാദയ്ക്ക് മാസ്ക് വാങ്ങി കിട്ടണം കേട്ടോ. നീയാ ഇടേണ്ടത്. ആഹാ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങണം ഗൈസ്. സോ ബാക്കി നീ പതി ഈ വ്ളോഗിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് എല്ലാം കാണിക്കാം. ഓക്കെ, അപ്പോ സ്റ്റേ ട്യൂൺഡ്, കണ്ടോണ്ടിരിക്കുക. ഓക്കെ, പോവാം. ഇത് ഞാൻ എടുക്കുന്നത് എന്തിനാന്നറിയോ? എന്തിനാ? ഈ വെയിലത്തുള്ള കളർ കാണിക്കാൻ വേണ്ടി. വേറെ ഒന്നിനല്ല. ഈ പല്ലൊക്കെ തിളങ്ങുന്ന നോക്ക്. നിന്റെ പല്ല് കാണിച്ചേ. നിന്റെ അത്രയില്ല. അത് ഞാൻ വെയിലത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ഞാൻ കുറച്ചും കൂടെ നല്ല രസമുണ്ട് ആ കളറ് കാണാൻ. ഗ്ലോ അല്ല, ഒരു കൈൻഡ് ഓഫ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ ബ്രൈറ്റ് ആയിട്ടിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ കറുത്ത് കരിക്കുട്ടി പോലെ ആയിരിക്കും. വെയിലാണ്, നല്ല ചൂടാ പുറത്തേക്ക്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടും നല്ല വെയിലാണ് പുറത്തേക്ക്. നോക്ക്, മെട്രോയുടെ പണി ഓൾമോസ്റ്റ് എത്ര പില്ലേഴ്സ് ഒക്കെ കുറെ വന്നു. അത് കാണിച്ചേ. മെട്രോയുടെ പണി നോക്ക്, ഈ ഏരിയയിൽ കുറച്ച് പില്ലേഴ്സ് വന്നിട്ടുണ്ട്. നമ്മളെ ഇൻഫോ പാർക്ക് ഏരിയയിൽ വന്നിട്ടുണ്ട്. വർക്ക് ഇപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് പ്രോഗ്രസ്. മറ്റേ മുമ്പുള്ളത് നമ്മൾ അറിയുന്നില്ല. കുറച്ച് ആദ്യം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവര് സ്റ്റോപ്പ് ചെയ്തായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ പ്രോഗ്രസ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവര് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതാ. ഞാൻ വിചാരിച്ചു മുമ്പേ ഇതിന്റെ സൈഡിലുള്ള ഇതൊക്കെ ഇവര് കുറെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് സ്റ്റോപ്പ് ചെയ്തു. അവർക്ക് എന്തോ പ്രശ്നമായി. എനിക്കത് എന്താന്ന് അറിയില്ല. എന്താന്ന് അറിയാവുന്നവര് കമന്റ് ചെയ്യും ഗൈസ്. പിന്നെ ഇത് ഇപ്പോ കുറച്ചും കൂടെ സ്പീഡായി. എനിക്ക് തോന്നുന്നു മാക്സിമം 1 to 2 ഇയേഴ്സിലൊക്കെ ഓക്കെ ആവും തോന്നുന്നു. ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെട്രോ സിറ്റിയാണ്. അല്ലെങ്കിൽ മെട്രോ സിറ്റി ആണ്. ഫുൾ ഓൺ മെട്രോ ആയിരിക്കും. 2 ലൈൻ, പിങ്ക് ലൈനും ബ്ലൂ ലൈനും എന്താ വരുമെന്ന് തോന്നുന്നു. ഇത് പിങ്ക് ലൈനാന്ന് തോന്നുന്നു. പിങ്ക് ലൈനും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബാവും. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഉള്ള പോലെ 2 ലൈൻ നൈസ് ആയിരിക്കും. റോഡൊന്ന് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രോയുടെ പില്ലേഴ്സ് പിടിച്ച് പോവാം. മെട്രോയുടെ സൈഡ് പിടിച്ച് അങ്ങനെ പോവാം. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമ്മൾ എവിടെയാ പോകുന്നത്? നമുക്കൊന്ന് ഒബ്രോണിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാം. ഓക്കെ, നമ്മൾ ആദ്യം ഒന്ന് ഒബ്രോണിൽ പോവാം. ഒബ്രോണിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്തേലൊക്കെ ചെയ്യാം അവിടെ പോയിട്ട്. ഓക്കെ. ഹലോ ഗായ്സ്, നമ്മൾ ഒബ്രോൺ മോളിലെത്തി. ഏത് ഫ്ലോറിലാണ് പോവുക? സെക്കൻഡ് ഫ്ലോറിൽ പോയല്ലേ? സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിൽ അപ്പോൾ എന്താ സ്മെല്ല്? നല്ല സ്മെല്ലാണല്ലോ. അത് നമ്മൾ പെർഫ്യൂമിൻ്റെ അവിടെ ഇറങ്ങിയതുകൊണ്ടാണ് ഗൈസ്. ഫ്ലോറിൻ്റെ അല്ല, ആ പെർഫ്യൂമിൻ്റെ സ്മെൽ. തേർഡ് പോണോ? തേർഡ് പോവാം. സെക്കൻഡിലൊന്നുമില്ല. നമുക്ക് iPhone 17 Pro ഇറങ്ങിയിട്ടില്ലല്ലേ? ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഇന്ത്യയിലോ ആയിട്ടില്ലെന്ന് തോന്നുന്നു. വേണമെന്നല്ല, അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കാണാമല്ലോ. പുതിയ ഫീച്ചേഴ്സ് വന്നേക്കുന്ന ഈസി ബൈ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ പുതിയ കുറേ ഷോപ്സ് സ്റ്റൈൽ യൂണിയനൊക്കെ വന്നിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ മോളിലല്ല. ഹലോ ഗായ്സ്, നമ്മൾ ലൈഫ് സ്റ്റൈൽ തപ്പിയാണ് വന്നത്. ജസ്റ്റ് നമ്മൾ വരുമ്പോൾ ലൈഫ് സ്റ്റൈലിൽ കയറാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ ഏതോ ഒരു മോളിൽ പോയപ്പം അവിടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആ മോള് നമ്മൾ ഒബ്രോൺ മോളാണ് ഓർത്തത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അത് ഒബ്രോൺ മോളല്ല, നമ്മൾ പോയത് ഫോറം മോളിലായിരുന്നു. പോയി അതിൻ്റെ ഒരു ആർക്കിടെക്ചർ വെച്ചിട്ട് നമ്മൾ ഒബ്രോൺ മോളാണ് നമ്മൾ ഓർത്തത്. പക്ഷേ ഇനി എന്തായാലും ഇവിടെ ലൈഫ് സ്റ്റൈൽ ഇല്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി ലുലുവിൽ വല്ലതും പോവാം. ലുലുവിലൊന്നും ലൈഫ് സ്റ്റൈൽ ഇല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എവിടെയെങ്കിലൊക്കെ പോവാം. ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് പോവാം.
ഫുള്ള് വൈറ്റ് വൈറ്റ് ഷോപ്പ് ഇതാണ്. ഫുള്ള് വൈറ്റിലൊരു ഷോപ്പ്. ഞാൻ എൻ്റെ മൈൻഡിൽ ഇവിടെ തന്നെ ആയിരുന്നു നമ്മളിങ്ങനെ. ഓക്കെ, ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ വെച്ചിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു മോളിലായിരുന്നു. ഓക്കെ, പോവാം. ബാ. -2. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ എടപ്പള്ളി ബ്ലോക്കിലാണ്, സിഗ്നലിൻ്റെ ബ്ലോക്കിലാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ ഇനി ലുലുവിൽ കയറാമെന്നാണ് നമ്മുടെ പ്ലാന്. ലുലുവിൽ യൂഷ്വലി വീക്കെൻഡ് കയറാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നമ്മള് ലുലു സ്കിപ്പ് ചെയ്ത് ഒബ്രോണിലാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ അത് വിചാരിച്ച് വന്നത്. പക്ഷേ നമുക്ക് ചെറിയ അബദ്ധം പറ്റണം. രണ്ടുപേരും ഒരേപോലെ ഇങ്ങനെ ആലോചിക്കുന്നത് ഇവിടെ തന്നെയാന്ന്. ഞാൻ എന്റെ ഒരു മൈൻഡിൽ ഒബ്രോൺ ആണെന്നാണ്. ഓക്കെ, ഞാനൊന്നും ഓർത്തില്ല. ഓക്കെ, പിന്നെ എന്തായാലും കുഴപ്പമില്ല, നീ പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അത് നമ്മള് അവിടെ ആണെങ്കിലും ഇപ്പൊ ഏതായിരുന്നു ഫോറം മാൾ ആണെങ്കിലും നമ്മൾ അവിടെയാണ് ലൈഫ് സ്റ്റൈൽ ഉള്ളതെന്ന് നോക്കി പോയതല്ല. മൂവിക്ക് പോയപ്പോ ചുമ്മാ പോയപ്പോ ജസ്റ്റ് കറങ്ങി അങ്ങനെ കേറിയതാ. അതുകൊണ്ടാണ് എവിടെയാന്ന് ഓർമ്മയില്ലാത്തത്. പക്ഷെ നൈസായിരുന്നു. ഇവിടെ എല്ലാം നമ്മൾ രണ്ടുപേർക്കും ഓർക്കുന്നില്ല, അവിടെ തന്നെയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇനി ഫോറം മാളിൽ പോയിട്ട് ആ റോളർ കോസ്റ്റർ കയറി സെറ്റ് ചെയ്യാനുള്ള ഇനി അങ്ങോട്ട് പോകാനുള്ള മൈൻഡ് നമുക്കില്ല. അപ്പൊ നമ്മൾ അടുത്ത ലുലു ആയതുകൊണ്ട് ലുലുവിൽ പോവാന്ന് ഓർത്തു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ ആണെങ്കിൽ മുടിഞ്ഞ ബ്ലോക്കാണ്. എന്തായാലും ഈ സമയത്ത് ഈ വീക്കെൻഡ് ഒക്കെ എല്ലാരും എങ്ങോട്ടാ പോകുന്നത്? ഈ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. വീട്ടുവെല്ലാം കിടന്ന് ഉറങ്ങിയാ പോരെ. ഇവിടെ എടപ്പള്ളിയിലൊക്കെ നല്ല ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് കൂടുതലാണ്. സാധാരണ ബ്ലോക്കിനേക്കാളും കുറച്ച് കൂടുതലാണ്. ടേക്ക് ഡൈവേർഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. ദൈവാനൊക്കെ എവിടെ പറഞ്ഞു പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദൈവൻ ഈ ലോറി എങ്ങോട്ടാന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, നമ്മളെ ഇടിച്ച് ദുഃഖമായിരുന്നാൽ മതി. ഓക്കെ, അതാണ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോവാം. ഇനി ലുലുവിൽ പോയിട്ട് ബാക്കിയുള്ളത് കാണാം അല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നല്ല തൊണ്ടവേദന കൂടി വരുന്നുണ്ട്. അതെന്തേലും ഒന്ന് സെറ്റ് ചെയ്യണം. അത് മാത്രമേ എനിക്ക് ഇപ്പൊ പറയാനുള്ളൂ. എടപ്പള്ളിയിലേക്കൊന്നും ആരും ഇറങ്ങില്ല. സീൻ സ്ഥലമാണ്. ആവശ്യമില്ലാത്ത കുറെ റോഡ് പണിയും തിരക്കും സിഗ്നലും മെയിൻ സ്പോട്ടാണ് കൊച്ചിയുടെ. അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളാണ്. നല്ല പേഷ്യൻസ് ഉള്ളവർ മാത്രം ഇറങ്ങാം. അപ്പൊ നീ വീട്ടിൽ തന്നെ ഇരിക്കുക? ഞാൻ ഇറങ്ങുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി ബാക്കി ലുലുവിൽ എത്തിയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ഇവിടെ എന്തോ ലുലുവിന്റെ ഫ്രണ്ടിൽ ഒരു പക്ഷീനെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതെന്താ ഇത്? കാക്കയാണോ? ചുള്ളിമുക്കനോ ചുള്ളിമുക്കൻ എഴുതിയേക്കുന്ന അതിന്റെ അത്. എന്തിനാ അവിടെ വെച്ചേക്കുന്നത്? ഓണൊന്നും വല്ല ബന്ധമുണ്ടോ? ഓണത്തിന്റെ പരിപാടി കൊണ്ടുവന്നത് എനിക്കറിഞ്ഞൂടാ. ഞാനത് ഓണമൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ? ആയിരിക്കും, ട്രഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നായിരിക്കും. കാക്ക ട്രഡീഷണൽ ലുലു എത്തി ഗൈസ്. ഇനി നമ്മൾ ലുലുവിലെ പാർക്കിങ്ങിൽ ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് പോവാണ്. നമുക്ക് പാർക്കിങ്ങിൽ പോയിട്ടിട്ട് നമുക്ക് ഏത് പാർക്കിംഗ് ആയിരിക്കും കിട്ടുക? പറ. എനിക്ക് ഏറ്റവും അടുത്തുള്ള പാർക്കിംഗ് കിട്ടണം. ഏറ്റവും അടുത്തുള്ളത് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. നമുക്ക് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഏറ്റവും അടുത്തുള്ളത് നമ്മൾ എൻട്രൻസിന്റെ അടുത്ത് തന്നെ ഉള്ള പാർക്കിംഗ് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഇനി ഞാൻ സൺഗ്ലാസ് വെച്ചാൽ എനിക്കൊന്നും കാണൂല. ഞാൻ ഗ്ലാസ് മാറ്റാൻ പോകുന്നു. എൻട്രൻസ് വരുന്നത് നമ്മൾ എൻട്രൻസ് വരുന്ന മാൾ എൻട്രി റൈറ്റ് സൈഡ് ആണ്. ഇവിടെ എല്ലാം 0 ആണ്. ഓൾമോസ്റ്റ് എല്ലാം ഫീൽഡാ. നമ്മളെ അപ്പുറത്ത് കേറിപ്പോയി. സോ ദാറ്റ് എന്താ ഇവൻ നമുക്ക് തരുമോ? അവൻ നമ്മളെ വിളിച്ചു, പക്ഷേ ഇവിടെ ഇല്ല. ഇവിടെ ഒന്നുമില്ല. But we don't have any parking here. Yeah, I think something is there, right, left. Entrance il illa. Yeah, one is there. Entrance il vende ninakku. Entrance il venam പക്ഷേ ഇല്ലല്ലോ. 17 ദാ അവിടെ ഒന്ന് കത്തുന്നുണ്ടോ? ബാക്കിൽ വണ്ടി ഉണ്ടോ? ആ കത്തുന്നതിനാണ് ആ പോന്നവൻ പറക്കുന്നത്. ആണോ? I think so. Okay, എന്നാ അങ്ങോട്ട് പോണ്ട. അവിടെ ഒന്നുണ്ട് ആ സൈഡില്.
ഇവിടെ ഒന്നുണ്ട് ആ പച്ച. നമുക്ക് ആ പാർക്കിംഗ് പിടിക്കണം. പക്ഷെ ഇത് എങ്ങനെ പോകും? അങ്ങോട്ട് വഴിയില്ല. വഴിയുണ്ട്. ഇവനെ നീ ഓവർടേക്ക് ചെയ്യണം. അങ്ങോട്ട് മാറി നിക്ക് ചേട്ടാ. അയ്യോ ഇതിനകത്ത് വെച്ച് നമ്മളെ പൊക്കും തോന്നുന്നു. അവര് കേറ്റും. നമുക്ക് ആ പാർക്കിംഗ് കിട്ടിയില്ല. അടുത്ത പാർക്കിങ്ങിന് വേണ്ടിയുള്ള ഓട്ടമാണ്. അയ്യോ ഇതെന്ത് പച്ച കത്തുന്ന വശ വണ്ടി ഉണ്ടല്ലോ. അത് കേറ്റിയിട്ടുണ്ട്. മര്യാദക്ക് പാർക്ക് ചെയ്തിട്ടില്ല ഗൈസ്. അതെ എന്താ എൻട്രൻസിന്റെ അടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടിയോ? ഹലോ ഗൈസ്, നമുക്ക് എൻട്രൻസിന്റെ അടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടി. അതാണ് എൻട്രൻസ്, പെറ്റ് കെയർ. അതിലെ കൂടെ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ഇറങ്ങുന്നു, നടക്കുന്നു, അകത്തേക്ക് കയറുന്നു. ഫൈനലി നമ്മൾ കുറെ തപ്പിട്ടാണ് ഈ സാധനം കിട്ടിയത്. എങ്ങനെയോ കിട്ടിയതാണ്. ഫുള്ള് കറക്കായിരുന്നു നമ്മള്. ഒരു ഗ്രീൻ കാണുമ്പോ അവിടെ പോവാ. അപ്പൊ വേറൊരാള് വന്നിണ്ടാവും. അടിയായിരുന്നു ഗൈസ്. ഓക്കെ, ഫൈനലി നമുക്ക് പാർക്കിംഗ് കിട്ടി. നമുക്ക് അകത്തേക്ക് പോവാം. ഹലോ ഗൈസ്, നമ്മൾ ലുലുവിലെത്തി. ലുലുവിന്റെ എസ്കലേറ്ററിലാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ലുലു കണക്ട് ആണോ? ലുലു കണക്ട് ആണോ? ലുലു കണക്റ്റോ ലുലു ഫാഷനോ അവിടെ എവിടെയും പോവാം. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് പോകുന്നത്. ഏതാ ലുലു കണക്ട് ആയിരിക്കും തോന്നുന്നു. നോക്കാം. ലുലു ഫാഷൻ സ്റ്റോറിലാണ് നമ്മൾ കയറുന്നത്. ഫാഷനിൽ മതി. ലുലു ഫാഷൻ നമുക്ക് അതിലെ കൂടെ മുകളിലേക്ക് കയറാമല്ലോ. ലുലു കണക്റ്റഡ്. അപ്പം അങ്ങോട്ട് പോവാം ആദ്യം. എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇരിക്കാൻ വേണ്ടി വന്നാണോ? സ്റ്റൂള് ടെസ്റ്റ് ചെയ്താ? കുഴപ്പമില്ലോ, നല്ല രസമുണ്ട്. ഇരുന്ന് നോക്കാം. കംഫർട്ട് ഉണ്ടായിരുന്നോ? അത് ബാക്ക് കുഷൻ ഉണ്ടല്ലേ? കുഷൻ ഉണ്ട്. ചാരാനുണ്ടാവില്ല. നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരും. ഇങ്ങനെ ഇരിക്കാം. ഇരിക്കണമെങ്കിൽ ഇരിക്കാം. കുഴപ്പമില്ല, നല്ലതാണ്. എവിടെയാ നീ പോന്നെ? വണ്ടർലയിലോ? നമ്മള് ലിഫ്റ്റിലാണ് ഗൈസ്. തിരക്കായല്ലോ. പിടിക്കേണ്ട ആവശ്യം പറ്റി എനിക്ക്. അതെ. So guys, ഞങ്ങൾ ഫൈനലി വി ആർ ഫെഡ് അപ്പ് വിത്ത് ലുലു മോൾ. നമുക്ക് കൂടുതൽ ലുലു നമ്മൾ എല്ലാ മോളിലും ഇന്ന് കേറി ഇറങ്ങുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. ശരിയല്ലേ? ഇത് തുടക്കം തൊട്ട് നമ്മൾ ആദ്യം ഒബ്ര മോളിൽ കയറി, പിന്നെ ലുലു മോളിൽ കയറി. ഇപ്പൊ അവിടെയൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ എന്തേന്ന് അറിയില്ല, നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിലേക്ക് പോവാണ് ഗൈസ്. ആ ലൈഫ് സ്റ്റൈലിൽ അടുത്ത് എവിടെയാ ഉള്ളത്? അടുത്തത് ഫോറം മോളിൽ. നമ്മൾ അന്ന് പോയ സെയിം സ്ഥലത്ത് പോവാന്ന് ഓർത്തു. ഫോറം മോളിൽ നമ്മൾ പോവാണ് ഗൈസ്. സോ നമ്മൾ നേരെ എടപ്പള്ളി ടു വൈറ്റിലാണ് ഫോറം മോൾ. സോ ഇനി ഫോറം മോളിൽ പോയിട്ട് കാണാം. ഇപ്പൊ തന്നെ ഒരു 4 മണിയായി. 4 മണിയായി. നമുക്ക് സാധാരണ അറിയാലോ 4 മണിക്ക് എന്തായിരിക്കും? 4 മണിക്ക് നമ്മൾ ഫുഡ്, ചായ ടൈമാണ്. നമ്മുടെ ചായ ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ചായയുടെ ഒരു ക്രേവിങ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അതെ, വൈബ്സ്. ഓക്കെ, ഒരു ചായയൊക്കെ നീ അവിടെ എത്തിയിട്ട് കുടിക്കുക, അതായിരിക്കും ബെറ്റർ. ഇനി ഇടയ്ക്ക് വല്ല വണ്ടി നിർത്തിയാൽ പിന്നെ അതിനൊരു സമയം പോകും. നമുക്ക് ഒന്നാമത്തെ സമയം ഇല്ല, നമ്മൾ ഭയങ്കര ബിസിയാണ് അല്ലേ? ഭയങ്കര തിരക്കാണ്. 2-3 മോളിൽ ഒരു ആവശ്യമില്ലാണ്ട് കയറുന്ന കണ്ടാലേ നിങ്ങൾക്ക് അറിയാം. ഭയങ്കര തിരക്കാണ്. നമുക്ക് ഒരു സ്പെസിഫിക് ടൈമേ ഉള്ളൂ. ഇതിനുള്ളിൽ നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ. ഗൈസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ അല്ലേ? നമുക്ക് നേരെ ഫോറം മോൾ. എക്സിറ്റ് പേ ചെയ്യാം. എന്താ പ്രശ്നം? ഫുള്ളാണല്ലോ. ഫുള്ളാണോ? എന്ത് ഫുള്ളാണോ? പാർക്കിംഗ് അറിയില്ല, നോക്കാം. എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് ഫോറം മോളില്. കഴിഞ്ഞ ദിവസം വരെ പാർക്കിംഗ് ഫീ ഇല്ലായിരുന്നു, ഇപ്പൊ എന്തോ പാർക്കിംഗ് ഫീ വാങ്ങുന്നുണ്ട്. നോക്കാം എന്താ സംഭവം.
ഗൈസ് നമ്മൾ കറങ്ങി P6-ലെത്തി. P6-ലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. കറങ്ങി തലയൊക്കെ കുറുങ്ങിയിരിക്കല്ലേ? ആണോ? സംസാരിക്കാൻ പറ്റുന്നില്ല പാവം കൊച്ചിന്. നമുക്ക് നേരെ മുകളിൽ കയറാം. കോൾഡായിട്ടുണ്ട്, അതാണ് പ്രശ്നം. സോ ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് നോക്കാം. നമുക്ക് ഒരു ചായ കുടിക്കാം മുകളിൽ കയറിയിട്ട്. അപ്പോൾ ഓണാവൂലേ? ലൈറ്റായിട്ട് ഓണാവൂല. ആണോ? മോൾ. ഗൈസ് നമ്മൾ കുറേ കറങ്ങി മടുത്തു. എന്നിട്ടൊരു ചായ പ്ലിസ്സാ? ചായ ബ്ലിസ്. ചായ ബ്ലിസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ ചായ വാങ്ങി ഗൈസ്. നല്ല കുഞ്ഞു ചായ, ഫോർ ദ ലവ് ഓഫ് ചായ. കുഞ്ഞു ചായ, ജിഞ്ചർ ചായ അല്ലേ വാങ്ങിയത്? നല്ല ചൂടുണ്ടാവും. ഒരു മാഗി വാങ്ങിയിട്ടുണ്ട്. വിശന്ന് നമ്മൾ. സമയം 5 മണിയായി. ഓക്കെ, ചായ കുടിക്കല്ലേ? എങ്ങനെയുണ്ട്? ഷുഗർ ഞാൻ കുറച്ചിട്ടുള്ളൂ, ഞാനായിട്ടത്. ഓക്കെ. ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിയ സാധനം. ട്രോളിയും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. അത് P6 അല്ലേ? അവിടെയാന്ന് പറഞ്ഞു. എന്താ എയർപോർട്ടിൽ പോയ പോലെ ഉണ്ടോ? എങ്ങോട്ടാ ട്രോളി വെച്ചോണ്ട് പോകുന്നത്? ഇരിക്കാൻ തോന്നുന്നോ? അതിൽ കയറി ഇരുന്നോന്നാ? പുള്ളി പറഞ്ഞ് ഇതിൽ തിരക്കായിരിക്കും, അടുത്തതിൽ പോകാനാണ് പറഞ്ഞത്, മറ്റേ സൈഡിലുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ഗായ്സ്, നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഫ്ലാറ്റിലേക്ക് പോവാം അല്ലേ? അതെ, നമ്മൾ ഇവിടെ ഇറങ്ങുന്നുണ്ടോ? അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞില്ലേ? അപ്പൊ ഇതാണ് ഗൈസ് വീക്കെൻഡ് പരിപാടി. ഇന്ന് സാറ്റർഡേ ആയിരുന്നു, ഇന്നത്തെ പരിപാടി തീർന്നു. ഈ സൺഡേ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അത് നമ്മൾ വ്ലോഗ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മള് പറയാം. ഓക്കെ, വേറൊരു വ്ലോഗിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പോവല്ലേ? എനിക്ക് തോന്നുന്നു AC ഇട്ടിരിക്കുമ്പോ, കാറിൽ AC ഇട്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് അടച്ചിട്ട് ഇതാകെ കൂടുന്നത്. എനിക്ക് ഇപ്പൊ കുറച്ചു നേരം പുറത്തുകൂടെ നടന്നു വന്നപ്പോ ചായ കുടിച്ച് പുറത്തുകൂടെ നടന്നപ്പോ ചായ കുടിക്കുമ്പോ കോഫി കുടിക്കുമ്പോ അതൊന്ന് ആടഞ്ഞ സാധനം ജസ്റ്റ് ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി രണ്ടാമത് കാറ് പോയി അതേപോലെ നമുക്ക് വേഗം പോയേക്കാം. AC ഒക്കെ കുറച്ച് വെച്ചിട്ട് പോവാം കാറിൽ. ഓക്കെ, എന്നാ പോവാം. അത്രേ ഉള്ളൂ ഗായ്സ്. സോ ഇതാണ് നമ്മുടെ വ്ലോഗ്, വീക്കെൻഡ് വ്ലോഗ്. അപ്പൊ പോവാ, ബൈ. ഇതെന്താ നീ വാങ്ങിയത്? നമ്മള് കുറെ സാധനം വാങ്ങിയിട്ടുണ്ട്. മന്ത്ലി ഗ്രോസറിയും കുറച്ച് ഒരു പില്ലോ എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. ഓക്കെ, വാങ്ങിയതൊന്നും നമ്മൾ കാണിച്ചില്ല. വാങ്ങിയതൊന്നും എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു. നമുക്ക് കുറച്ച് സമയം കുറവായതുകൊണ്ട് ഫോറം മോളില് നമ്മൾ വീഡിയോ എടുക്കാൻ വരെ സമ്മതിക്കില്ല. അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല. സോ അതെ, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കാണാണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സോ അതാണ് ഗൈസ്. സോ ബാക്കിയുള്ളത് പിന്നെ കാണാം. ഇപ്പോൾ പോവല്ലേ? Yes, see you guys on our next vlog. Bye. Bye.